അത് നിങ്ങൾ കൊട്ടപ്പുറം സംവാദം ഞാനിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊട്ടപ്പുറം സംവാദത്തിൽ പങ്കെടുത്ത ആളാണ് CP ഉമർ സലാം ചില്ലമി, അതുപോലെ തന്നെ മിസ്റ്റർ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. ഇന്ന് എല്ലാവരും മുസ്ലിക്ക പോലെ നോട്ടത്തിൽ. ഇതൊക്കെ ഉസ്താദിന്റെ കറാമത്താണ്, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇടമുട്ടൻ സമാധാനം ശ്രദ്ധിച്ചു നോക്ക്. സക്കരിയ സലായി ആണ് അപ്പുറത്ത്, പേരോട് ഉസ്താദ് ഇപ്പുറത്ത്, കൂടെ അലവി സത്താബി ഉസ്താദ് ഉണ്ട്. കൂട്ടത്തിൽ സക്കരിയ സലായി സാധാരണ പ്രസംഗത്തിൽ നടത്തുന്ന കട്ടുവായന അവിടെയും നടത്തി. പേരോട് ഉസ്താദ് കയ്യോടെ പിടികൂടി. മിനിയാന്ന് നമ്മൾ കോടമ്പയെ പിടികൂടിയ പോലെ പിടികൂടി. എന്നിട്ട് ബാക്കി വായിക്കാൻ പറഞ്ഞു. സക്കരിയ സലായി പറഞ്ഞു ബാക്കി ഞാൻ വായിക്കൂല. പണ്ടൊരാൾ പറഞ്ഞു അല്ലല്ല എന്ന് ഖുർആനിലുണ്ട്. അതെവിടെ? ലാ ഇലാഹ എന്നുണ്ടല്ലോ, ഒരു ദൈവമില്ല. അത് മനസ്സിലായില്ല? അതില്ല ഇല്ലെന്നാണ് ഇപ്പുറത്തിന്റെ. അത് ഞാൻ പറയൂല, എനിക്ക് പറയേണ്ടത് പറയും. ഈ ഒരു നയമാണ് അന്നേ സക്കരിയ സലായി തീരുമാനിച്ചത്. നോക്കൂ നിങ്ങൾ ഇടമുട്ടൻ സംവാദം ഒരു മിനിറ്റ് കണ്ടോ നോക്കൂ. ഇതിലുണ്ട് ഇല്ലാന്ന് നിഷേധിക്കും. ഞാൻ വായിച്ചതിലില്ലാന്നുണ്ടോ? ഞാൻ വായിച്ചതിലില്ലേ? അതിനപ്പുറണ്ടോ അപ്പുറണ്ടോ? അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും അതിന് എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും. ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞത് അതിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച ഇപ്പുറം വായിച്ച നടുവത്ത് ഇല്ലാതാവോ? നടുവത്ത് വായിച്ചാൽ നിൽക്കിയെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആല അല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങളിങ്ങനെ മൂടി വെച്ച് വായിക്കുന്നത് സാധാരണ പതിവാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ ഹദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് തെളിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മളേതാണെങ്കിലും എന്റെ സമയമാണ്. ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം. സമയം ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി. എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കണം എന്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. കളവ് പറയാനായി വഹാബി പേരോട് ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ ഇവിടെ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമല്ലേ ഇത്? അല്ലേ സഹോദരന്മാരെ? അയാൾ ആ ജീവിതത്തിലെ അവസാനത്തെ വെല്ലുവിളിയാണ്. ഇന്നലെ ഇയാൾ കായക്കുടിക്കെതിരെ പ്രസംഗിച്ചപ്പോ പുളിക്കലിൽ നിന്നൊരു വെല്ലുവിളി എന്താണെന്നറിയോ? അസ്തനി ഇനി കൂടുന്നുണ്ട്, ഞങ്ങൾ ആഭ്യന്തരക്കായി ഈ പ്രശ്നം ഒന്ന് തീരട്ടെ, ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾക്ക് ഇബ്ലീസും കണക്കാണ് കേട്ടോ, അതെല്ലാരും ഞങ്ങൾക്കുണ്ടോ? ഞങ്ങളെ ആദർശത്തിനല്ലേ വരെ കൽപ്പിക്കുന്നുള്ളൂ. സഹോദരന്മാരെ, ഇപ്പൊ നിങ്ങൾ അവിടെ നിൽക്ക്, ആവശ്യം വരുമ്പോൾ നിങ്ങൾ ഇടപെടാം. ഞാൻ പറയട്ടെ, ഇനി അപ്പൊ ഞങ്ങളെ മുശ്രിക്കാക്കിയതൊക്കെ ഈ ഒറ്റ ആദർശത്തിന്റെ പേരിലായിരുന്നു. എന്നിട്ട് ആയത്തിങ്ങനെ കുറെ ഓതി ഖുർആനിൽ, അതൊക്കെ പോലും നമ്മൾ ഓതുകയാണ്. അതാ അതിന്റെ രസം. ശരിക്ക് കേൾക്കണം. മുജാഹിദിന് ചില പ്രത്യേക ആയത്തുകൾ LKG മുതൽ പഠിപ്പിച്ചു കൊടുത്തു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാഴ് കേട്ട ചെറുപ്പക്കാരെ, പുസ്തകം വായിച്ച ചെറുപ്പക്കാരെ, നിങ്ങൾ വായിച്ചില്ലേ? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ ഇൻ തദ്ഉഹും. ലേ എത്ര ആയത്തുകൾ! ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഇങ്ങനെ ഒരുപാട് ആയത്ത് മുജാഹിദുകൾ ഓതിയില്ലേ? ഞങ്ങൾ അന്നേ പറഞ്ഞു, ഈ ആയത്ത് ഓതേണ്ടിടത്തല്ല വഹാബി ഓതിയത്. ഇന്ന് സക്കരിയ സലായിനെ കാണുമ്പോ AP അബ്ദുൽ ഖാദർ മൗലവി ഓതുകയാണ്,
സക്കരിയ നീ മുശ്രിക്കാണ്, കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഇൻ തദ്ഊഹും. കണ്ടോ? അപ്പൊ സക്കരിയ ഇങ്ങോട്ട് പറയാണ് എ.പി. അബ്ദുൽ ഖാദർ മൗലവി നിങ്ങളും മുശ്രിക്കാണ്, കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഉൽ ഇന്നമാ അദൂ റബ്ബീ. ആ ചിത്രമാണ് എനിക്ക് കാണാൻ പോകുന്നത്. ശരിക്ക് കണ്ടോ? നമ്മളോട് ഓതിയിരുന്ന ആയത്തുകൾ അവര് പരസ്പരം ഓതാൻ തുടങ്ങി. ഞങ്ങൾ ആലുവയിൽ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ബക്കറ്റ് പിരിവ് നടക്കുന്നു. സുന്നികളായതുകൊണ്ട് എന്തായാലും നടക്കുന്ന ഉറപ്പാണ്. അതുകൊണ്ട് നല്ല സംഭാവന കൊടുക്കുക ഇൻഷാ അല്ലാഹ്. വഹാബിസത്തെ ഈ പുത്തൻപാടത്ത് നമുക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടല്ലാതെ വേറൊരു വഴിയില്ല. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇത് സംഘടിപ്പിച്ച പ്രവർത്തകരെ നന്നായി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, കഴിവിന്റെ അത്രയും കൊടുത്തോളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കണം, ബാക്കിയെല്ലാം നടന്നോളൂ. ശ്രദ്ധ ഇവിടെ ഞാൻ പറയുന്നത് ഈ ആയത്തുകൾ ഓതിയില്ലേ? പണ്ട് ഞങ്ങൾ ആലുവയിൽ വാദപ്രതിവാദത്തിന് ചെന്നപ്പോ മുജാഹിദുകൾ ഓതുന്ന എല്ലാ ആയത്തും ആദ്യം തന്നെ നമ്മളാണ്. എത്ര ആയത്തെ ഓരോന്നും നമുക്കറിയാലോ. അപ്പൊ കായക്കുടിക്കാരൻ ചോദിച്ചു ഞങ്ങളായത്ത് നിങ്ങൾ എന്തിനാ ഓതിയത്? അപ്പൊ ചില വഹാബി മനസ്സിലാക്കുന്നത് അവരായത്താണ്. സംഗതി എന്താണെന്നറിയോ? നിങ്ങൾ സങ്കല്പിച്ചോ, നമ്മളെ കോഴിക്കോട്ടങ്ങാടിയില് ഒരാള് പലരും ചോദിക്കുന്നതാണ് ഉസ്താദേ എത്ര ആയത്ത് വരെ ഓതുന്നുണ്ട്? അതിനൊരു ഉദാഹരണം പറഞ്ഞെങ്കിൽ മനസ്സിലാവും. കോഴിക്കോട്ടങ്ങാടിയിൽ ഒരാൾ ഹോട്ടലിൽ പോയി ചായ കുടിക്കുന്നു. എന്താ കുടിക്കുന്നത്? ചായ. അപ്പൊ വേറൊരു മൗലവി വന്നു, അയാൾ ഓതിയാണ്. എന്താ മനുഷ്യ ഇത്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. കള്ളുകുടി പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് എന്തായി കുടി? ആരോട്? ചായ കുടിക്കുന്നവരോട്. കുടിക്കുന്ന ആൾക്ക് വെച്ചിട്ടില്ല. പക്ഷേ പ്രസംഗിച്ച മൗലവിക്ക് ചായ അറിഞ്ഞൂടാ, കള്ളു അറിഞ്ഞൂടാന്ന് പറഞ്ഞൂടാ. അതാ പ്രശ്നം. നമുക്കെതിരെ ഓതി ആയത്തില്ലേ ഇൻ തദ്ഊഹും, അതെവിടെ പറഞ്ഞു? ഏത് വിഷയത്തിൽ പറഞ്ഞു? അതറിയില്ല. നിങ്ങളൊരു വഹാബിനെ ഇപ്പൊ അതിന്റെ പേരില തെറ്റിയത്. എന്താ പ്രാർത്ഥന എന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. ചെറിയ മുണ്ടൊക്കെ എഴുതി എവിടെയോ എത്തിയിട്ടുണ്ട്. എന്താ പ്രാർത്ഥന? തത്തമ്മേ പൂച്ചന്നറിയില്ലേ? ഈ പറഞ്ഞ പോലെ പൂച്ചാന്ന് പറയാനല്ലാതെ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം ഇവർ പറഞ്ഞു. പക്ഷെ എന്താ പ്രാർത്ഥന എന്ന് പഠിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു വഹാബിനെ വിളിച്ച് ചോദിച്ചു നോക്കി എന്താ പ്രാർത്ഥന? അപ്പൊ പറയും പ്രാർത്ഥിക്കുന്ന ഉസ്താദേ. പറ്റൂല. എന്താണ് അതിന്റെ നിർവചനം എന്ന് പറ. എന്താണ് നിർവചനം? എന്താ നിർവചനം? അങ്ങനെ ഒറ്റ വഹാബിക്ക് പറഞ്ഞൂടാ. ഞങ്ങൾ മുജാഹിദിന്റെ പുസ്തകമെടുക്ക്, അതിൽ കാണാം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ മറ്റൊരാളോട് ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. മനസ്സിലായോ? മനുഷ്യന്മാർക്ക് കഴിയാത്ത ഒരു കാര്യം വേറൊരാളോട് ചോദിച്ചാൽ അതാണ് പ്രാർത്ഥന. അത് അള്ളാഹിനോടേ ചോദിക്കാവൂ. അതാണ് ഇൻ തദ്ഊഹും. അതാണ് ലാ തദ്ഊ മഅല്ലാഹി അഹദാ. മനുഷ്യന്മാരെ കയ്യിൽപ്പെട്ട കാര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. ഒരു ഗ്ലാസ് ഇങ്ങെടുക്ക്, ഒരു ചായ ഇങ്ങെടുക്ക്, അത് നമുക്ക് കഴിയുന്ന കാര്യമാണ്. കഴിയാത്ത കാര്യം വേറൊരാളോട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ്. സ്വന്തം ഉണ്ടാക്കിയതാ. ഇതല്ലേ ഇവരെ ബുക്കിലുള്ളത്. ഇപ്പൊ സക്കരിയ സലായിക്ക് തോന്നിയത് തെറ്റാണ്. നേതാക്കൾ മുഴുവൻ തിരിച്ചയാൾ കൊണ്ടുപോവാ സക്കരിയ സലായിയെ. അടിസ്ഥാനപരമാണ് ഇത്. കേട്ടോളൂ നിങ്ങൾ. മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് ഇത്ര കാലം നിങ്ങൾ പഠിപ്പിച്ചില്ലേ? ഇപ്പൊ സക്കരിയ സലായി പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയൊരു മരം വലിക്കണം. ആനയോട് സഹായം തേടിയാൽ ശിർക്കാണോ സുല്ലബി? തൗഹീദ് പൊളിയല്ലേ? സക്കരിയ ചിന്തിക്കാണ്. അപ്പൊ ഉമർ മൗലവി, ഇ കെ മൗലവി, പി കെ മൂസ മൗലവി, അമാനി മൗലവി ഒക്കെ പുശിരിക്കായി പാക്കാണ്. കേട്ടോ? സക്കരിയനെ വിളിച്ചത് നമ്മളും ഇടപെടുന്നില്ല. വരൂ സക്കരിയ സലായി. എന്നാൽ ഈ സുല്ലമി പറയുന്നു മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം. മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല. അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു. അതോടുകൂടി സുല്ലമിന്റെ കണക്കനുസരിച്ച് ശിർക്കായി. കാരണം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്ക് ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോ CIയും SIയും ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ശിർക്കായി. ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾക്ക്? ഇയാൾ പറയുന്ന വിടുവായുത്തങ്ങൾ വലിയ കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ മൈക്കകളുണ്ട് കുറെ. നിങ്ങളെ ബുക്കിലും അതന്നെ ഉള്ളത്. മടവൂരികൾ മാത്രമല്ല, നിങ്ങളെ ബുക്കിൽ തന്നെ. പിന്നെന്താണോ ഈ പ്രാർത്ഥന?
അപ്പൊ മൂപ്പരവിടെ മൂപ്പര് യോഗം കൂടിയിട്ട് ഭൂരിപക്ഷം അനുസരിച്ചാണല്ലോ ശിർക്കും തൗഹീദും തീരുമാനിക്കാം. ആ മൂപ്പരെന്ത് ചെയ്തു? ആ മനുഷ്യ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കുക എന്നിടത്ത് മനുഷ്യൻ എന്നുള്ളതാണ് പറ്റി. എന്നിട്ട് മൂപ്പരെന്ത് ചെയ്തു? സൃഷ്ടികളുടെ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിക്കാം. അപ്പൊ പിന്നെ ജിന്ന് സൃഷ്ടിയാണ്, മലക്ക് സൃഷ്ടിയാണ്, അവരോട് ചോദിക്കാം. അതിന്റെ അപ്പുറം വരുമ്പോഴേ എന്താവുള്ളൂ? ശിർക്ക് വരുള്ളൂ. പുരോഹിതന്മാര് മതമുണ്ടാക്കുന്നു. അതൊന്നുമല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്താണെന്ന് ഇന്നലെ ഞങ്ങൾ കോടമ്പുറയിൽ വെച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇമാം റാസി അതാ പറയുന്നു, പ്രാർത്ഥന എന്ന് ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരടിമ അവന്റെ ദൈവത്തോട് നടത്തുന്ന ചോദ്യം, അതിനാ ഇസ്ലാമിന്റെ ഭാഷയിൽ പ്രാർത്ഥന എന്ന് പറയാം. ഒന്നുകൂടി പറയാം. ഞാൻ ശൈഖ് ജീലാനിയോട് ഒരു കാര്യം പറയുന്നു. എന്റെ മനസ്സിലുള്ള ലക്ഷ്യമെന്ത്? അതാ നോട്ടം. ഞാൻ കരഞ്ഞാണോ കരയാതെയാണോ അതൊന്നും നോക്കൂല. എന്റെ മനസ്സിൽ എന്താണ്? ഞാൻ പറയുന്ന ശൈഖ് ജീലാനി റബ്ബാണെന്നാണോ, ദൈവമാണെന്നാണോ, ദൈവത്തിന്റെ കഴിവുള്ള ആളെന്നാണോ? അത് പ്രാർത്ഥനയാണ്, പാടില്ലാതെ. അതാണ് ഖുർആൻ പറഞ്ഞത്. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും. അതാണ് ഖുർആൻ പറഞ്ഞത്. ലാ തദ്ഉ മഅല്ലാഹി അഹദാ. അതാണ് ഖുർആൻ പറഞ്ഞത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി. ഇതൊക്കെ അതാ ആദിമാമിന്റെ തഫ്സീർ നോക്ക്. 3-ാം നൂറ്റാണ്ടുകാരനായ അബൂ സുലൈമാനുൽ ഖത്താബിയുടെ സഹ്നുദ് ദുആ എന്ന ഗ്രന്ഥം മറിക്ക്. പ്രാർത്ഥന എന്താന്ന് തിരിയാതെ ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കിയതിന് ആരാണ് നിങ്ങൾക്ക് മാപ്പ് നൽകുക? ഇപ്പൊ തൗബന്റെ ഒരു കാലാവധി. സദസ്സിൽ നിന്ന് തൗബ അനുസ്മോലൊക്കെ പൊട്ടി കരഞ്ഞു. ഞാൻ വരുന്നുണ്ട് രംഗായിട്ടില്ല സക്കരിയന്നിട്ട്. ആരും സക്കരിയൊന്ന് തൗബ ചെയ്യട്ടെ. എന്തിനായി തൗബ എന്നറിയോ? പള്ളുകുച്ചിനല്ല. അതൊക്കെ വ്യക്തിപരമായി എപ്പോൾ സംഭവിക്കും? 25 കൊല്ലം പ്രസംഗിച്ചതിന്റെ ശേഷം തൗഹീദിൽ പേച്ചു എന്ന് പറഞ്ഞ് തൗബ ചെയ്യുന്ന സ്വലാഹി ഈമാനുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അദൃശ്യ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ എന്ന് കോഴിക്കോട്ടങ്ങാടിയിൽ പണ്ട് പ്രസംഗിച്ചില്ലേ മുജാഹിദ്? മറഞ്ഞ വഴിയിലൂടെയുള്ള സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രം. കേട്ടോ, സക്കരിയ സലാഹി എന്ന് പറയാണ്, ഞാൻ കുറെ കാലം അത് പ്രസംഗിച്ച് നടന്നിട്ടുണ്ട്. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. എങ്ങനെ ഇവന്റെ കൂടെ നിൽക്കുക? കേട്ടോളൂ, പറയട്ടെ. ഈ സലാസിൽ ഞങ്ങളെ പഠിപ്പിച്ചെന്താ അറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കും വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ് ഇയാളെ കെണിയിൽ ഇസ്ലായി പ്രസ്ഥാൻ രക്ഷപ്പെട്ടത്. പുറത്ത് 2 എണ്ണം കൊടുക്കാൻ വേണ്ടി. ഇതൊരു ചില്ലറ വിഷയം. ഞാനിപ്പോ 25 കൊല്ലം പ്രസംഗിക്കും. പിന്നെ ഞാൻ പറയാ, ഞാനാ പറഞ്ഞൊക്കെ തെറ്റ്, അള്ളാഹ് പുറത്തു തരട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ 25 കൊല്ലത്തെ പ്രഭാഷണം കേട്ട് എത്ര ആൾ മുജാഹിദായി? നിങ്ങൾ തിരുത്തുന്നതിന് മുമ്പ് ഖബറിലായി പലരും മരിച്ചുപോയി. അവരെ ഈമാൻ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ തിരുത്തിട്ട് ഓരറിഞ്ഞോ? എന്താ ചെയ്യാ? കൈകെട്ടി മറുപടി പറയേണ്ടവരില്ലേ റബ്ബിന്റെ മുന്നിൽ? ഇനിയിപ്പോ തിരുത്തി അറിഞ്ഞല്ലോ, അത് നാളെ വേറെ വീണ്ടും തിരുത്തൂലേ? ഭൂരിപക്ഷം കൂടുന്നതിനനുസരിച്ച് തിരുത്തൂലേ? അപ്പൊ പിന്നെ നാളെ വീണ്ടും നോവേണ്ടി വരുമോ? നിങ്ങളെ കൂടെ എങ്ങനെ പോരും മക്കളെ? ഞങ്ങൾ അന്ന് പറഞ്ഞതല്ലേ ഇന്നും പറയുന്നത്. തൗഹീദിലോ ഞങ്ങളെ മക്കളിലോ സുന്നത്ത് ജമാഅത്തിന് മാറേണ്ടി വന്നിട്ടില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഇത് മാറാത്ത പ്രസ്ഥാനമാ. കഴിഞ്ഞില്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ, മുജാഹിദുകൾ പണ്ട് ഓതിയ ആയത്ത് ഇന്ന് അവര് തമ്മിൽ ഓതുന്നു. കൊണ്ടുപോകാ സക്കരിയ സലാഹിലത്തെ. ഇന്ന് അയാളെ ദിവസം ശരിക്കും ശ്രദ്ധിച്ചോ? മുജാഹിദ് പ്രസ്ഥാനത്തെ അറിയാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ട് കോഴിക്കോട്ടങ്ങാടിയിൽ വഹാബികൾ വന്ന് പ്രസംഗിച്ചത്? മമ്പുറത്തങ്ങൾ രോഗം മാറ്റി എന്ന് പറഞ്ഞു. ഒരു സുന്നീന്ന് വിചാരിച്ചോ? നമ്മളൊരു കാരണവർ പറഞ്ഞു മമ്പുറത്തങ്ങൾ രോഗം മാറ്റി. പടച്ചോനെ, വഹാബി ഇങ്ങോട്ട് വരൂലേ? എടാ, ശിർക്കാണത്. രോഗം തരുന്നവനും മാറ്റുന്നവനും അല്ലാഹുവാണ്. മുശ്രിക്കായി പറയൂലേ? മുഹിയുദ്ദീൻ ശൈഖ് വെള്ളം തന്നു. വെള്ളം തരുന്നത് അല്ലാഹുവാണ്. അല്ലാഹു അല്ലാത്തവൻ വെള്ളം തന്നു എന്ന് പറഞ്ഞാൽ കാഫിറാണ്. ഇത്ര പ്രസംഗം നടത്തി. നമ്മൾ അന്നേ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഞങ്ങളെ വിശ്വാസം അതാണ്, എല്ലാം അല്ലാഹുവാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം. ഞങ്ങൾ ഡോക്ടറെ സമീപിക്കുമ്പോഴും ഞങ്ങളുടെ മനസ്സിലുള്ളത് ഡോക്ടർക്ക് രോഗം മാറ്റാൻ കഴിയില്ല എന്നാണ്. മാറ്റുന്നവൻ അല്ലാഹുവാണ്.
ഡോക്ടറും മരുന്നും കാരണമാണ്. വിശക്കുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ ഞങ്ങളുടെ വിശ്വാസം ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല. വിശപ്പ് മാറ്റുന്നവൻ അല്ലാഹുവാണ്, ഭക്ഷണം കാരണമാണ്. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട്. നിങ്ങളെന്താ പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല. പിന്നെ കാരണം ഇതെല്ലാം അങ്ങനെ തന്നെ. മമ്പുറന്തങ്ങൾ രോഗം മാറ്റി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു രോഗം മാറ്റിയത് അല്ലാഹുവാണ്, മമ്പുറന്തങ്ങൾ കാരണമാണ്, മാറ്റിയത് അല്ലാഹുവാണ്. മുഹിയുദ്ദീൻ ശൈഖ് മഴ തന്നു എന്ന് പറഞ്ഞാൽ മുഹിയുദ്ദീൻ ശൈഖിന്റെ കുത്തുബിയത്ത് ചൊല്ലിയപ്പോഴാ മഴ കിട്ടിയത്. മഴ തന്നത് അല്ലാഹുവാണ്, കാരണം കുത്തുബിയത്താണ്. ഒരു വസ്തുവിനെ അതിന്റെ കാരണത്തിലേക്ക് ചേർത്ത് പറഞ്ഞാൽ ശിർക്ക് വരൂല. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ശിർക്ക് തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ ജിന്ന് വന്നപ്പോഴല്ലേ സംഗതി മനസ്സിലായത്? ജിന്നുകൾക്ക് അഭിവാദ്യം. ജിന്ന് വന്നു. ജിന്ന് വന്നപ്പോൾ സക്കരിയ സലായിന്റെ പ്രസംഗം ജിന്നുകൾ രോഗമുണ്ടാക്കും. അപ്പൊ സലാം സുല്ലമി രംഗത്തെത്തി. അല്ല സക്കരിയ, 6 കൊല്ലം പഠിപ്പിച്ചിട്ട് ഇതാ പറഞ്ഞത് ജിന്ന് രോഗം ഉണ്ടാക്കി എന്ന് പറഞ്ഞ ശിർക്കല്ലേ? രോഗമുണ്ടാക്കുന്നവൻ അല്ലയല്ലേ? കൊടുത്തു മറുപടി ഉസ്താദിന്. കേട്ടോളൂ, കൊടുത്തു. സക്കരിയ സലായി പറഞ്ഞു, സുല്ലമി തൗഹീദ് ഒന്ന് പഠിക്കണം. കേട്ടോളൂ കേട്ടോളൂ, ഇയാൾ നല്ല ചോദ്യ. ചിക്കൻ ഗുനിയ ഉണ്ടാകുന്നതിൽ കൊതുകിന് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ മുശ്രിക്കാകോ സുല്ലമി? കേട്ടോളൂ കേട്ടോളൂ, സക്കരിയ സലായി പറഞ്ഞു താൻ പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ നോക്കിങ്ങള് രോഗം ഉണ്ടാക്കണ അല്ലല്ലേ. എന്നിട്ട് ഇയാൾ പറയണേ വൈറസ് ബാക്ടീരിയ അതൊക്കെയാണ് രോഗം ഉണ്ടാക്കുന്നത്. അപ്പൊ ബാക്ടീരിയക്ക് പങ്കുണ്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. ജിന്നിന്റെ അർത്ഥം എന്താ? ബാക്ടീരിയ. അപ്പൊ ജിന്നിന് പങ്കുണ്ട് പറഞ്ഞാൽ ശിർക്ക്. അതിന്റെ മലയാളം പറഞ്ഞ് ബാക്ടീരിയക്ക് പങ്കുണ്ട് പറഞ്ഞാലോ ജിന്ന് സമം ബാക്ടീരിയ അല്ലേ ഇയാൾക്ക്. അപ്പൊ തൗഹീദ്. പൊട്ട പോയത്തക്കാര് വലിയ തെളിവെച്ച് നടക്കുക. രോഗം ഉണ്ടാക്കുന്നത് ബാക്ടീരിയ പറഞ്ഞാൽ ശിർക്കാവോ? ആവോ? ഈ ഡോക്ടർ എനിക്ക് രോഗം ഉണ്ടാക്കി, എന്താ അയാൾ മരുന്ന് മാറി കുത്തിവെച്ചു, അത് ശിർക്കാവോ? ഇല്ല. ചിക്കൻ ഗുനിയയിൽ കൊതുകിന് പങ്കുണ്ട്. കണ്ടോ രോഗമൊക്കെ അല്ലല്ലേ ഉണ്ടാക്കണ, ഇപ്പൊ കൊതു ഉണ്ടാക്കണെന്നല്ലേ പറയണേ. കൊതുവിനെ പങ്ക് ചേർക്കണ് കണ്ടോ. അപ്പൊ കൊതു അല്ലെങ്കിൽ ബാക്ടീരിയ, വൈറസ് ഇതൊന്നും പറഞ്ഞാൽ ശിർക്കാവില്ല. ജിന്ന് രോഗം ഉണ്ടാക്കുന്ന ശിർക്കാവും. സുല്ലമി മനസ്സിലാക്കിക്കോ, അതും ശിർക്കാവില്ല. എന്താ? അതും അല്ല നിശ്ചയിച്ചൊരു കാരണമാണ്. വൈറസ് മുഖേനയും ബാക്ടീരിയ മുഖേനയും രോഗം ഉണ്ടാകും. അതിപ്പോ 5%, 95% ആളുകൾ അതിനെ കാണുന്നുണ്ടോ? ചെറിയ ലബോറട്ടറിയിലോ മറ്റൊക്കെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരോ മറ്റോ കണ്ടിട്ടുണ്ടാവും സൂക്ഷ്മദർശിനിയിൽ, അല്ലേ? അപ്പൊ ആ സൂക്ഷ്മജീവികൾ രോഗമുണ്ടാക്കുന്നത് പോലെ ജിന്നും രോഗം ഉണ്ടാക്കും. ഇയാളെ പറയണതോ ജിന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവിയാണ്. അപ്പൊ ജിന്ന് രോഗം ഉണ്ടാക്കുന്ന ശിർക്ക്. അതിന് ഇയാൾ പറയണ പരിഭാഷയായ മൈക്രോബുകൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവികൾ രോഗം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ തൗഹീദും. ഈ പൊട്ടപ്പോയത്തം മുണിങ്ങി നടന്നിട്ട് ഞങ്ങൾ തൗഹീദിൽ പേച്ചുകൊണ്ട് ആയത്തോടാണ് നിങ്ങളോട് വിളിച്ചാൽ നിങ്ങൾക്ക് പ്രാർത്ഥന കേൾക്കൂലട്ടോ. കേൾക്കൂല എന്ന് പറഞ്ഞാ മിനൽ മലായിക്കത്തി വൽ ജിന്നി വൽ ഇൻസി. എന്താ ഇതിന്റെ പൊലിപ്പ്? ഖുറാബികളോട് ഓതുന്ന ആയപ്പോ ഞങ്ങളോട് ഓതുക. ഒന്ന് നിങ്ങൾ ഓതി, കുറെ കാലം ഇങ്ങോട്ട് ഓതിയല്ലോ. ഞങ്ങളോട് ഓതിയ ആയത്ത് നിങ്ങൾ ഓതാൻ തുടങ്ങി. ഇത് ആരെ കറാമത്താ? ഇത് ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാരെ കറാമത്താ. ഫദീൽ ഉസ്താദിന്റെ കറാമത്താണ്. ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ കറാമത്താണ്. മനസ്സിലായോ? അന്ന് അവർക്കെതിരെ ഞങ്ങളെ ആലിമീങ്ങളെ മുശ്രിക്കാക്കാൻ നിങ്ങൾ ഓതിയ ആയത്ത് നിങ്ങൾ പരസ്പരം ഓതുന്ന കാലമെത്തി. എത്ര സ്ഥലത്ത് വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതി നിങ്ങൾക്കറിയോ? എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലും ചക്കരപ്പറമ്പിലുമൊക്കെ നമ്മൾ വ്യവസ്ഥ എഴുതിയപ്പോ അന്ന് സക്കരിയ സലാഹിനെ പുറത്താക്കിയിട്ടില്ല. കായക്കൊടിക്കാരനാ വന്നത്. നമ്മൾ ചോദിച്ചു, എന്തിനാ മൗലവി പോകുന്നത്? വാദപ്രതിവാദത്തിന് എന്താ വിഷയം? നിങ്ങൾ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നു. അത് കാണാത്ത അദൃശ്യ ശക്തിയോടുള്ള സഹായവേട്ടമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഞങ്ങൾ മുഹിയുദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നു, ശരി, പക്ഷേ നിങ്ങൾ ജിന്നുകളോടും നമ്മളും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? മടപുരികളോട് മടപുരികൾ ഇങ്ങനെ രക്ഷപ്പെട്ട് ഞങ്ങൾക്ക് ജിന്ന് വരില്ല എന്ന് ഒരാളായിരുന്നതാ. അതാ വരുന്നു ജിന്നിന്റെ പട്ടിക. മൗലവി ഉത്തരമുട്ടെ പറഞ്ഞ് വിഷയം മാറിയിട്ടുണ്ട്. എവിടെ മാറുന്നു? വിഷയം മാറിയിട്ടില്ല. മട്ടാഞ്ചേരിയിലും ഇവിടൊക്കെ ഞങ്ങൾ പറഞ്ഞ വിഷയം ഒന്നാ. മട്ടാഞ്ചേരിയിൽ ഞങ്ങൾ കായക്കൊടിയോട് ചോദിച്ചു,
ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ലാന്നല്ലേ നിങ്ങളെ വാദം. അപ്പൊ നിങ്ങളെ നേതാക്കളായ ശൈത്താന്മാരോട് ചോദിക്കുന്നു, ഞങ്ങളെ നേതാക്കളായ ഔലിയാക്കളോടും സംഗതി രണ്ടും കാണുന്നില്ല എന്ന് നമ്മൾ തമ്മിൽ പ്രശ്നമാക്കണം. എത്ര സ്ഥലത്ത് നമ്മൾ ചോദിച്ചു ഇല്ലേ? ഒന്ന് കാണിച്ചു കൊടുക്ക്. അന്ന് മടവൂരികൾ ഓടമ്പുഴയിൽ ഇന്നലെ വാദപ്രതിവാദത്തിന് സദസ്സിലിരുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തുണ്ടെങ്കിൽ ചിന്തിച്ചോ? ഇത് അലിമാലരി. ഇന്നലെ കോടമ്പുഴ വാദപ്രതിവാദത്തിന് ഇയാളുണ്ട്. ഇയാള് ഔദ്യോഗിക വിഭാഗത്തിനെതിരെ പ്രസംഗിക്കുന്നു, നമുക്കെതിരല്ല. നമ്മൾ മട്ടാഞ്ചേരിയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ CD ഇയാൾ ഇടുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അല്ല കായക്കൊടിക്കാരാ, ജിന്നിനെ കുറിച്ച് ചോദിച്ചപ്പോ, സിഹറിനെ കുറിച്ച് ചോദിച്ചപ്പോ ഉത്തരം പറയാതെ മിണ്ടാതെ പോയ നിങ്ങൾക്കിനി തൗഹീദ് പറയാൻ അധികാരമില്ലാന്ന് കായക്കൊടിയോട് പറഞ്ഞു ഇയാൾ. പക്ഷേ ഇന്നലെ ഞങ്ങൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർക്കും പറയാൻ ധൈര്യമുണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, രണ്ട് മുജാഹിദുകളോടും തൗഹീദ് എന്ന അക്ഷരം, തൗഹീദ് എന്ന ലഫ്ള് പറയാൻ ഇനി ഒരൊറ്റ മുജാഹിദിനും കേരളത്തിൽ അധികാരമില്ല. കേട്ടോളൂ അലിമദനി പറയുന്നത്. പറയട്ടെ. സുന്നികൾ പറഞ്ഞറിഞ്ഞിരുന്നത് അവർ പോലും ഒഴിവാക്കിയത് കൊണ്ടുവരുന്ന ഇവർ ആരാ കൊണ്ടുവരുന്നത്? അബ്ദുറഹ്മാൻ സലഫിയുടെ കൂടെയുള്ള ആളുകളാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആ ടീമിനെ നിലക്കു നിർത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ സുന്നികൾ ഇന്ന് വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ റിഫായി ഷെയ്ഖിനോട് സഹായം തേടുമ്പോൾ, ഞങ്ങൾ മമ്പറന്തങ്ങളോട് സഹായം തേടുമ്പോൾ അത് ശിർക്കാണെന്ന് പറയാനുള്ള ധാർമ്മികമായ അവകാശം നിങ്ങൾക്കില്ലാന്ന് ഹനീഫ കായക്കൊടിയിൽ എഴുത്തിയിട്ടാണ് ആശാരിമാർ പറഞ്ഞത്. പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞില്ല. കാരണം എന്താ? ഇവിടെ തൗഹീദില്ല. തൗഹീദിന് വിരുദ്ധമായ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ്. കേട്ടോക്കി നിങ്ങൾ. ഞങ്ങൾ വ്യക്തമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, വ്യക്തമായി പറയുന്നത്, ഇല്ല ജിന്നെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പഴയകാല തൗഹീദിൽ നിന്നുള്ള പിന്മാറ്റം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. പഴയകാല നേതാക്കൾ, നിങ്ങളുടെ നേതാക്കൾ, ഉമർ മൗലവി അടക്കമുള്ള നേതാക്കൾ അവരിവിടെ പഠിപ്പിച്ചു വെച്ചത് എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള തേട്ടം, ജിന്നുകളോടുള്ള തേട്ടം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? പച്ച മലയാളത്തിൽ എഴുതി വെച്ചതല്ലേ. ഇപ്പോൾ നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞത് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല. ഞാൻ ഇത്ര സമയം ജിന്നും മലക്കും പരാമർശിച്ചിട്ട് തൊടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല. എനിക്ക് കഴിയുകയുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വ്യക്തമായി പറയുന്നു, ഇല്ല. ഞങ്ങൾ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കുമ്പോ, മുഹയ്യിദ്ദീൻ ഷെയ്ഖിനോട് സഹായം തേടുമ്പോ, റിഫായി ഷെയ്ഖിനോട് സഹായം തേടുമ്പോ, മമ്പറത്തങ്ങളോട് സഹായം തേടുമ്പോ നിങ്ങൾക്ക് അത് ശിർക്കാന്ന് പറയാനുള്ള അധികാരമല്ല. കാരണം എന്താ? നിങ്ങൾ ജിന്നിനോടും ഇഫ്രീത്തിനോടും ശൈത്താനോടും ശിർക്കല്ല, അത് ശിർക്കല്ല നിങ്ങൾ പറഞ്ഞതോടുകൂടി കഴിഞ്ഞു നിങ്ങളുടെ ധാർമ്മികപരമായ അവകാശം. അതുകൊണ്ട് ഈ പിഴച്ച തൗഹീദ് എന്താണെന്ന് നിങ്ങൾ അണികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ. കേട്ടല്ലോ, ധാർമ്മികമായ അവകാശം നിങ്ങൾക്കില്ല. ആർക്കില്ല? ആർക്കില്ല? ഒന്നുകൂടി കൂട്ടട്ടെ, ഞങ്ങൾ TP-ക്കും AP-ക്കും ഇല്ല. തൗഹീദ് പറയാനുള്ള ധാർമ്മികമായ അവകാശം ഏതുവരെ? സക്കരിയനും ടീമിനും പുറത്താക്കാത്തടത്തോളം കാലം. ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ മട്ടാഞ്ചേരിയിൽ ശബ്ദിച്ചത്. ഇവരത് ഏറ്റെടുത്തു. ഇന്നലെ നമ്മൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾക്കും അധികാരമില്ല. അപ്പൊ ഇങ്ങനെ മേപ്പെട്ട് നോക്കി, ഞങ്ങൾക്കും ഇല്ലേ? നിങ്ങൾക്കും ഇല്ല. ബുക്ക് ഞങ്ങൾ എടുത്തൂല. പ്രാർത്ഥനാ തൗഹീദ്. ഇത് മടവൂർ വിഭാഗത്തിന്റെ നേതാവ് ഷബാബിന്റെ ചീഫ് എഡിറ്റർ ചെറിയ മുണ്ടത്തിന്റെ പുസ്തകം. ഇത് ഇയാൾ പറയുന്നു, ജിന്നുകളോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല, അത് പ്രാർത്ഥനയല്ല. ഈ ബുക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, കരിമ്പിലാക്കൽ മൗലവി, ലത്തീഫ് മൗലവി, പറയൂ, നിങ്ങളെ നേതാവല്ലേ പറയുന്നത് ജിന്നുകളോട് സഹായം തേടിയാൽ ശിർക്കല്ല? അപ്പൊ നിങ്ങൾ ജിന്നുകളോട്, ഞങ്ങൾ ഔലിയാക്കളോട് നിങ്ങൾക്കും അധികാരമില്ല. പടച്ചോനെ നെടുവീർപ്പിട്ട് ഇങ്ങനെ ഇരിക്കുക. പടച്ചോനെ ഇനി ഞങ്ങളെന്താ പ്രസംഗിക്കുക? ഒരു തൈ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. അതവിടെ ഇരിക്കട്ടെ, ഞാൻ കാണിച്ചു. നെക്സ്റ്റ് എടുക്ക്. ശ്രദ്ധിച്ചോ? അങ്ങനെന്താ ഇപ്പൊ എത്ര ഗ്രൂപ്പായി? ചേങ്ങന്നൂരൊന്നും അങ്ങനെ പോയി, മങ്കട മൗലവി ഇങ്ങനെയും പോയി, പിന്നെ മടവൂര് മൗലവി അങ്ങനെയും പോയി, പിന്നെ AP അബ്ദുൽ ഖാദർ മൗലവിന്റെ ടീം ഇങ്ങനെയും പോയി. AP അബ്ദുൽ ഖാദർ മൗലവിന്റെ ടീമിലാണ് ആദ്യം ആഭ്യന്തര കലഹം നടന്നത്. അതായത് സക്കരിയ സലായി, ജബ്ബാർ മൗലവി എല്ലാം ഉൾക്കൊള്ളുന്ന സാധനമാണ് AP അബ്ദുൽ ഖാദർ മൗലവിന്റെ ഗ്രൂപ്പ്, APDP നേതാവ്. അപ്പൊ സക്കരിയ ടീം ജിന്ന് വാദികളാണ്, ജിന്നൂരികൾ. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറയാം.
ജിന്നിനോട് സഹായം തേടിയ ശിർക്കല്ല എന്നുള്ള വാദക്കാരാ. അതുകൊണ്ട് തന്നെ ആ വാദം ഉയർത്തിപ്പിടിച്ച് പല സ്ഥലങ്ങളിൽ നമ്മൾ ചോദിച്ചു, സക്കരിയ സലാഹിനെ പുറത്താക്കാത്തയിടത്തോളം കാലം നിങ്ങൾക്ക് തൗഹീദ് പറയാൻ അധികാരമില്ല. അങ്ങനെ ഇവർക്കിടയിൽ ചർച്ച ഉരുണ്ടുകൂടി. പ്രത്യേകിച്ച് ഒരു ഹദീസിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ചർച്ച നടന്നത്. ഏതാ ഹദീസ് എന്നറിയോ? യാ ഇബാദല്ലാഹി അഈനൂനി. അതേ ബഹുമാനപ്പെട്ട പ്രഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് പറയും. ഈ ഹദീസ് നിങ്ങൾക്കൊന്ന് കേൾക്കണം. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഹദീസാണിത്. അതേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ശഫീഉനാ റസൂലുള്ളാഹി പറയുകയാണ്. എന്താ പറഞ്ഞത്? ഒരുപാടുണ്ട്. ഇന്ന ലില്ലാഹി മലായിക ഫിൽ അർദി സിബൽ ഹഫള. അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്, അവർ ഓരോ കാര്യങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഫൈദാ അസാബ അഹദുക്കും, നിങ്ങളിൽ നിന്നുള്ള ഒരാള് വല്ല വശമവും എത്തിച്ചാൽ, വഴി മറ്റേ വല്ല വശമവും നിങ്ങൾക്കുണ്ടായാൽ ഫൽയുനാദി, അവൻ വിളിച്ചുകൊള്ളട്ടെ, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കൂ എന്ന് പറയണം. ഇത് പഠിപ്പിച്ചത് ത്വാഹ റസൂലുള്ളാഹി. ഒന്നുകൂടി ഞാൻ പറയാം. വിജനമായൊരു മരുഭൂമി. ഇന്ന് വഹാബിക്ക് വിജനം എന്ന് കേൾക്കുന്നതിന്റെ പേടിയാ. വിജനം എന്ന കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ വിജനം അടിച്ചു മുഴുവൻ വഹാബിൽ വരും. അങ്ങനെ ഒരു കാലമായി പോയി. വിജനപ്രദേശം മൂവാറ്റുപുഴ സഹോദരൻ റെഡിയാണ്. വിജനപ്രദേശം അവിടെ നമ്മൾ പണ്ട് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ മക്കയിലും മദീനത്തും ഒക്കെ പോയാൽ കാണാമല്ലോ വിജനമായ മരുഭൂമി. അന്ന് കാറും ബസ്സൊന്നുമില്ല, ഒട്ടകാണ് വാഹനം. ആ ഒട്ടകത്തിന്റെ മേലെങ്ങനെ പോയി കുറേ നിരന്ന മരുഭൂമിയല്ലേ, പെട്ടെന്ന് വാഹനം കാണാനില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാണ്, വിളിച്ചോളൂ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ചോ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണം. അങ്ങനെ വിളിച്ചാൽ സഹായം കിട്ടും. ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും, നമ്മൾ കാണാത്ത കുറെ അടിമകൾ അല്ലാഹുണ്ട്, അവര് നിങ്ങളെ സഹായിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നിവര് പറയാണ് ഹദീസ് ദഈഫാണ്, അതിലെല്ലാരും ഒറ്റക്കെട്ടാണല്ലോ. ഞങ്ങൾ ഇന്നലെ കോടമ്പോയിൽ വെച്ച് പറഞ്ഞില്ലേ ആ ഹദീസ് സ്വഹീഹാണ്. ഒറ്റ മൗലിക്കും മുന്നിൽ കിട്ടിയപ്പോ ഒന്നും മുണ്ടാട്ടില്ല. സ്വഹീഹാണ് ഹദീസ്. ഇവിടെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഹദീസ് ദഈഫാണെന്ന് സമർത്ഥിക്കാൻ കോഴിക്കോട്ടങ്ങാടി എന്നല്ല, കേരളത്തിൽ എവിടെയെങ്കിലും ഒരു മൗലവിയുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. എന്തെങ്കിലും പറയലാണോ? അപ്പൊ വിജനപ്രദേശം കേൾക്കുന്ന പേടി. അപ്പൊ ഈ ഹദീസിനെ കുറിച്ചാട്ടോ ചർച്ച. അപ്പോഴാ സക്കരിയ സലാഹി പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ ഭൂരിപക്ഷം നോക്കി ചുരുക്കാക്കി ഈ ഹദീസിന്റെ കാര്യത്തിലാണ്. അപ്പൊ ഇവർക്കിടയിൽ ഒരു ചർച്ച വിജനമായ ഒരു സ്ഥലത്ത് പെട്ടുപോയി. അപ്പൊ യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണം എന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ ഓ മുശ്രിക്കാണോ അല്ലേ? അതാണ് ആദ്യത്തെ ചർച്ച. എങ്ങനെ? ഓൻ കാഫിറാണോ അല്ലേ? അപ്പൊ എ.പി. അബ്ദുൽ ഖാദിർ മൗലവി പറയുന്നത് കാഫിറാണ് എന്നാ. സക്കരിയ സലാഹി പറഞ്ഞു കാഫിറല്ല, റസൂലുള്ളാഹി പറഞ്ഞതല്ലേ വിളിക്കാൻ. ദഈഫാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ ശിർക്ക് ദഈഫിലുണ്ടാവോ? ഇങ്ങനെ ഇവര് തർക്കം നടക്കുമ്പോഴാണ് പരസ്യമായിട്ടാണ് മുസ്ലിം ആക്കിയിട്ടില്ല. അപ്പോഴാണ് നമുക്കൊരു അവസരം വീട് കിട്ടിയത് മൂവാറ്റുപുഴയിൽ. എടുക്കുമോനെ, മൂവാറ്റുപുഴ സംവാദം നടന്നു. ഞങ്ങളിങ്ങനെ ഒറ്റ വന്നുള്ളത് നോക്കുമ്പോ ജബ്ബാർ മൗലവിനെ കാണാനില്ല. അയാൾ എല്ലാ സംവാദത്തിലും ഉണ്ടാകാറുണ്ട്, ഞാൻ കാണിച്ചു തരാം. എല്ലാ സംവാദത്തിലുള്ള ജബ്ബാർ മൗലവി ഔട്ട്, പലരും വന്നിട്ടില്ല. അപ്പൊ സക്കരിയ അനുഭൂതികളൊന്നും വന്നിട്ടില്ല. പിന്നെ വന്നത് അനീഫ് സായക്കൊടി. നമ്മളെ അവസരം മുതലാക്കി ഒന്നാമത്തെ ചോദ്യം മൂവാറ്റുപുഴ വാദപ്രതിവാദത്തിൽ നമ്മൾ ചോദിച്ചു, അല്ല മൗലവിമാരെ, വിജനപ്രദേശത്ത് വെച്ച് വിളിച്ചാൽ അത് ശിർക്കാണോ അല്ലേ? രണ്ടാമത് പറയണല്ലോ. ആ ചോദ്യം നിങ്ങളൊന്ന് കേട്ടു, എന്നിട്ട് നമുക്ക് വിഷയത്തിൽ ഇത് ഈ ഹദീസാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. വരട്ടെ ചോദ്യം. വിജനമായ ഒരു സ്ഥലത്ത്, വിജനപ്രദേശത്ത് വെച്ച് പ്രയാസത്തിലകപ്പെട്ട ഒരാൾ അവിടെ ഉണ്ടാകാനിടയുള്ള ജിന്ന്, മലക്ക് എന്നിവർ സഹായിക്കുമെന്ന് കരുതി യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ, എന്ന് തേടിയാൽ അത് ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണോ? അല്ലാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണോ അല്ലേ? അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം മനസ്സിലായല്ലോ. വചനപ്രദേശം കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ബേജാറ് തുടങ്ങിയിട്ടുണ്ടോ?
വിജനപ്രദേശത്ത് അകപ്പെട്ടു പോയ ഒരാൾ യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണമെന്ന് വിളിച്ചാൽ അത് ശിർക്കാണോ? അതിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കണം. ഈ ഹദീസ് പഠിച്ചു ഇമാം നബവി വഴിയറിയാതെ ഒരു സ്ഥലത്ത് വിളിച്ചു. നബവി ഇമാം തബറാനി വിളിച്ചു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും വിളിച്ചു, ഇമാമിങ്ങളൊക്കെ വിളിച്ചു. ശിർക്കാന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ് മുശ്രിക്കാവും. അതാ നമ്മളെ ചോദ്യം, ശിർക്കാണോ? ഹദീസ് ചെയ്യാന്നല്ല ചോദ്യം, ശിർക്കാണോ? ലബ്ബ പറഞ്ഞില്ലപ്പോ, ലബ്ബാദാരിമി മൂവാറ്റുപുഴ സംവാദത്തിന്റെ വിഷയാവതരിപ്പിച്ച ലബ്ബാദാരിമി എന്താ പറഞ്ഞറിയോ? സംവാദത്തിന്റെ നേരെ മുമ്പത്തെ ദിവസം കായക്കൊടി എന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു, കായക്കൊടി ശ്രദ്ധിക്കണം, നാളെ ചോദ്യം ഇത് വരാൻ സാധ്യതയുണ്ട്. ആ ചോദ്യം വന്നാൽ ശിർക്കാന്ന് പറയരുതിട്ടോ. അപ്പൊ ഇവിടെ എത്തിയപ്പോൾ ആ മുഴുവൻ ശിർക്കായി അല്ലേ? ഈ ചോദ്യമാണെന്ന് മുജാഹിദിനെ, ഏത് മുജാഹിദിനെ കണ്ടാൽ നിങ്ങൾ ചോദിച്ചോ, യാ ഇബാദല്ലാഹി ഈ വിളിക്കുന്നത് ശിർക്കാണോ? ശിർക്കല്ലേ? എന്നിട്ട് കറങ്ങും. അതാ ബാരിശ്ശേരിനോട് ഞാൻ പണ്ടൊരിക്കൽ ചോദിച്ചു സംവാദത്തിന് മുമ്പ്. അയാൾ പറഞ്ഞു, മക്കളെ ഇത് അനാവശ്യ ചോദ്യമാണ്, അനാവശ്യ ചോദ്യം ചോദിക്കാൻ പാടില്ല. അത് കേട്ടോളൂ. ആദ്യം കായക്കൊടിന് മറുപടി വരുന്നതിന് ബാരിശ്ശേരി ഇടപെടുന്നത് നല്ലതാണ്. അള്ളാന്റെ റസൂൽ കൊണ്ടുവന്നതിനെ സ്വീകരിക്കുക, അള്ളാന്റെ റസൂലിനെ ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിക്കുകയും അല്ലേ? ഖുർആനിലെ 59-ാം അധ്യായം 7-ാമത്തെ വചന, ഖുർആനിലെ 49-ാം അധ്യായം 1-ാമത്തെ വചന. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇന്നലെ ഇന്നും എന്നോട് ഒരാൾ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുക പല ഭാഗത്തും, അല്ല നമ്മുടെ കിണറ്റിലേക്ക് ഇങ്ങനെ വീഴാൻ നിൽക്കുക. നോക്കണേ, ഞാനൊരു ഹദീസ് ഉദ്ധരിച്ചിട്ട് തെളിവ് പറയാണ്. ഈ സദസ്സിലും അങ്ങനത്തെ ആളുണ്ടാവും, അറിവില്ലായ്മ കൊണ്ടാണ് പറഞ്ഞുതരാ. ഇപ്പൊ ചോദിക്കുക ഓരോരുത്തർ, അല്ല നമ്മൾ കിണറിലേക്ക് പോകുമ്പോ മണ്ടിയരിയോന്ന് നമ്മൾ പറഞ്ഞാല് മനുഷ്യരെ മാത്രല്ലേ നമ്മൾ ഉദ്ദേശിക്കണേ? അതിൽ മനക്കിനെയും ജിന്നിനെയും ഉദ്ദേശിച്ചാൽ കുഴപ്പാവൂലേ? നമ്മളിങ്ങനെ 2 വീലർമ പോവുക, അപ്പൊ നമ്മുടെ കാലിങ്ങനെ കുടുങ്ങിപ്പോയി, അപ്പൊ നമുക്ക് ജിന്നിനെ വിളിക്കാവൂ? എനിക്ക് നിങ്ങളോടൊരു ഹദീസ പറയാൻ. ഈ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല അവരോട്. ഞാൻ ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുക. എന്താ അറിയോ? ദൗനി മാ തറക്തുക്കും മിന്നമാ അഹ്ലകം മൻ കാന ഖബ്ലകും കസ്റത്തു സുവാലിഹിം വഖ്തിലാഫിഹിം അൻബിയാഇഹിം വഇദാ നഹൈതുക്കും മൻ ഷൈഇൻ ഫജ്തനിബു വഇദാ അമർതുക്കും ബിഅംരിൻ ഫൗതു ബിഹി മസ്തത്. ദൗനി, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുക. ഞാനും മൗനം വീക്ഷിച്ചതും വിട്ടുകളഞ്ഞതുമായ കാര്യത്തിൽ നിങ്ങൾ എന്നെ വിട്ടുകളി. ഇന്നമാ അഖിലക മൻ കാന ഖബലകും കസ്റത്തു സുവാലിഹിം. അധികരിച്ച ആവശ്യമില്ലാത്ത ചോദ്യം ഒരു ജനതയെ എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ചിട്ടുണ്ട്. വെറുതെ ഓരോ ചോദ്യം ഉണ്ടാക്കി ചോദിക്കുക. അങ്ങനെ ഒരു സമൂഹം നശിച്ചിട്ടുണ്ട്. അമ്പിയാക്കളുടെ മേലുള്ള ഭിന്നത കൊണ്ടും നശിച്ചിട്ടുണ്ട്. നിങ്ങളും അതുകൊണ്ട് നശിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞറിയോ? ഞാനൊരു കാര്യം പറഞ്ഞ ഞങ്ങൾ ചോദ്യം ചെയ്യണ്ട. അതേപോലെ ബാലുശ്ശേരി, അതുപോലെയാണോ കായക്കൊടി, അതുപോലെയാണോ സക്കരിയ സുലൈ? ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾ എന്നാണോ ഈ ആദർശം വെടിയുന്നത് അതുവരെ ഞങ്ങളത് ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ചോദ്യം മറന്നിട്ടില്ലല്ലോ. ഇന്റെ കൂടെ തന്നെ വരണത് ഒരു പരമ്പരയാണ്. യാ ഇബാദല്ലാഹി അഈനൂനി വിളിച്ചാൽ ശിർക്കാണോ? കായക്കൊടി എഴുന്നേറ്റ് നിൽക്കുന്നു, ധൈര്യസമേതം അയാൾ പൊട്ടിക്കുന്നു. എന്താ പറയുന്നറിയോ? അത് ശിർക്ക് തന്നെയാണ്. ഇമാമിങ്ങളെയും മുഴുവൻ ആളുകളെയും ശിർക്കാക്കിയിട്ട് ഭിന്നിപ്പിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് മൂവാറ്റുപുഴയിൽ തന്ന മറുപടി ഒന്ന് കേട്ടോളൂ. തന്നെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയുമില്ല. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അല്ലാഹുവല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥന നടത്തുന്നുവെങ്കിൽ, ആരോടെങ്കിലും പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും സമയങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി തേടുന്നുവെങ്കിൽ അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വിജനപ്രദേശത്തായാലും ശരി, അതല്ല ആളുകളുള്ള പ്രദേശത്തായാലും ശരി, കരയിലായാലും ശരി, കടലിലായാലും ശരി, മഹാനോടായാലും ശരി, നബിയോടായാലും ശരി, ജിന്നിനോടായാലും ശരി, മലക്കിനോടായാലും ശരി, പിശാച് പിടിച്ചു അവിടെ പറഞ്ഞല്ലോ. വിജനപ്രദേശത്തായാലും ജിന്നിനോടായാലും മരത്തിനോടായാലും എന്തായാലും ശിർക്കാണ്. നമ്മൾ ചോദിച്ചു, ജബ്ബാർ മൗലവിനെ ഇടയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കും, ആ ഫോട്ടോ കാണിച്ചാൽ ജബ്ബാർ മൗലവിനെ കണ്ട് ബർക്കത്ത് കിട്ടാൻ ആ സാധനം മനസ്സിലാക്കാൻ. ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇയാളാണ് ആദ്യമായി സക്കരിയ സലായിക്ക് ഒരേ ബാധക്കാരാണ്. സക്കരിയ സലായിന്റെ ഷെയ്ഖാണ് ഇയാൾ. ഇയാളില്ലാത്ത ഒറ്റ സംവാദവും കേരളത്തിൽ നടന്നിട്ടില്ല.
ഈ ജബ്ബാർ മൗലവി അവൻ സ്വന്തം പത്രമായി ഇസ്ലാഹിൽ എഴുതി 2007 എന്താ എഴുതിയതെന്നറിയോ? വിജനപ്രദേശത്ത് നടന്നു പോകുമ്പോ സഹായം ആവശ്യമായി വിളിച്ചു എങ്കിൽ അത് ശിർക്കല്ല. കായക്കൊടി എന്താ പറഞ്ഞു? ശിർക്കാണ്. ഇയാളെന്താ പറഞ്ഞു? ശിർക്കല്ല. ഇയാളോ കായക്കൊടിന്റെ ഗ്രൂപ്പിന്റെ നേതാവ്, ജംഇയ്യത്തിന്റെ നേതാവ്. നമ്മൾ ചോദിച്ചു, അടുത്ത ചോദ്യം ഏത്? മൂവാറ്റുപുഴയിലെ 2ാമത്തെ ചോദ്യം. അല്ല കായക്കൊടി, നിങ്ങളെ നേതാവായ ജബ്ബാർ മൗലവിന്റെ പുസ്തകത്തിൽ പറയുന്നു ശിർക്കല്ല, ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? ആ ചോദ്യം കേട്ടു. ഏതായാലും ഇപ്പോൾ പറഞ്ഞെന്താ? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിക്കുന്നത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ആ വാക്ക് പറയാൻ അയാൾക്കൊരു ചെറിയ പ്രയാസം ഉണ്ടാവും. ഏതായാകട്ടെ ശിർക്കാണ് എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചത്. അടുത്ത ഞങ്ങളുടെ ചോദ്യം, ഇത് നിങ്ങളുടെ പത്രം ഇസ്ലാഹ് പത്രം, ഞങ്ങളുടേതല്ലല്ലോ ഇസ്ലാഹ് പത്രം. ഇതിൽ നിന്ന് ഞാൻ വായിക്കുന്നു കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഹനീഫി അനസൊന്നും അവിടെ അല്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ഇൻ ബ്രാക്കറ്റ് മനുഷ്യൻ മലക്ക് ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നിനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. നിങ്ങളെ പത്രമാണ് ഈ പറയുന്നത്, നിങ്ങളുടെ ഇസ്ലാഹ് പത്രം. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാഹ് പത്രം ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമാണോ? എന്റെ 2ാമത്തെ ചോദ്യം. മറുപടി പറയണം. ഇതാരാ എഴുതിയത്? നിങ്ങൾക്ക് ഇത്ര കാലം തൗഹീദ് പഠിപ്പിച്ച ജബ്ബാർ മൗലവി. അതാ അതിന് വലിയ രസം. മണ്ണാർക്കാട് ഞങ്ങളുടെ അലവി സഖാഫി ഉസ്താദ്, മണിയേക്കൽ ഉസ്താദ്, അങ്ങോട്ട് മഞ്ചേശ്വരത്ത് പേരോട് ഉസ്താദിന്റെ കൂടെ, അതുപോലെ ആലുവയിലും, അതുപോലെ തന്നെ ഈ അടുത്ത് തലശ്ശേരിയിലും എല്ലാം നേതൃത്വം നൽകിയ, നിങ്ങളെ മുന്നിൽ തലയെ കെട്ടിയിരുന്നിരുന്ന ജബ്ബാർ മൗലവി എവിടെ പോയി? അയാളായിരുന്നു പറയുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. മൂവാറ്റുപുഴയിലെത്തിയപ്പോൾ ആ നേരത്തെ തലശ്ശേരിയിലും ആലുവയിലും മണ്ണാർക്കാടും ഉണ്ടായിരുന്ന ജബ്ബാർ മൗലവി മുശ്രിക്കായി എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അതുകൊണ്ട്